ബൈബിളിൽ നമ്മൾ ബലിപ്രിയനായ ഒരു ദൈവത്തെ കാണുന്നുണ്ട്, രക്തദാഹിയായ ഒരു ദൈവത്തെ കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടി ആ പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു. അതിൽ ഈ പാസ്റ്റർ ബൈബിളിലെ ഒരു ബലിയുടെ സംഭവം, ഈ അബ്രാഹം പൂർവ്വപിതാവാണല്ലോ, ക്രിസ്ത്യാനികളുടെ പിതാവാണല്ലോ. അബ്രാഹം സ്വന്തം മകനായ ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുന്ന, ദൈവം ആവശ്യപ്പെട്ടിട്ട് നിന്റെ മകനെ ബലിയർപ്പിക്കണം എന്ന് പറയുമ്പോൾ ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുന്ന ഒരു സംഭവത്തിൻ്റെ വിവരണമുണ്ട്. അതിന് പാസ്റ്റർ ഷമീർ പറയുന്ന വിശദീകരണം എന്താണെന്ന് നമുക്കൊന്ന് ആദ്യം കേൾക്കാം. പിന്നെന്താ പറഞ്ഞ ബലി ആഗ്രഹിക്കുന്ന, എനിക്ക് തോന്നുന്നു ഇസഹാക്കിനെ ബലി കൊടുക്കാൻ കൊണ്ടുപോയ കാര്യമൊക്കെ ആയിരിക്കും. ഇത് ഞാൻ ആകെ ഉൽപ്പത്തി പുസ്തകം വായിച്ചിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇസഹാക്കിനെ ബലി കൊടുക്കാൻ അവിടെ ദൈവം തയ്യാറായില്ല. പകരം ഒരു ആട്ടിൻകുട്ടിയാണ് ദൈവം ബലി കൊടുത്തത്. പിന്നെ എന്തിനാണ് അങ്ങനെയാണെങ്കിൽ ഈ മകനെ കൊണ്ടുപോകാൻ പറഞ്ഞെന്നൊക്കെ ചോദിച്ചാൽ, ഇവിടെ മനുഷ്യ, അതിനൊക്കെ ദൈവവും അബ്രഹാമും തമ്മിലുള്ള ആത്മീയ ബന്ധത്തിന്റെ ആഴം മനസ്സിലാക്കാനുള്ള ചിത്രം അവിടെയുണ്ട്. വിശ്വാസത്തെ മനസ്സിലാക്കാനുള്ള ചിത്രമുണ്ട്. മക്കളില്ലാതിരുന്ന ഒരുത്തന് ഒരു പരിധി പ്രായം വിട്ട് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിനെ കൊടുത്തിട്ട് ആ കുഞ്ഞിനെ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കാൻ പറഞ്ഞാൽ അവന്റെ മനോഭാവം എന്തായിരിക്കുമെന്നും, അല്ല അങ്ങനെ ഒരു മനുഷ്യന്റെ മനോഭാവം എന്താകണമെന്നുമൊക്കെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം പഠിപ്പിക്കുന്ന ചിത്രങ്ങളാണത്. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാൻ ബോധമില്ലാത്ത ഈ നിരീശ്വരവാദികളുടെ അത് കൊള്ളാം. ഈ ഭാഗം എത്തുമ്പോഴേക്കും പാസ്റ്ററുടെ കൺട്രോൾ ഇച്ചിരി നഷ്ടപ്പെടുന്നുണ്ട്. പാസ്റ്ററുടെ ഭാഷയൊക്കെ ഒന്ന് മാറി. എടോ മനുഷ്യ എന്നൊക്കെയാണ് പാസ്റ്റർ അഭിസംബോധന ചെയ്യുന്നത്. ബോധമില്ലാത്ത നിരീശ്വരവാദികൾ എന്നൊരു വിശേഷണവും ഒക്കെയുണ്ട്. പിന്നെ പാസ്റ്റർ പറയുന്നത് ഈ മനുഷ്യൻ ഉൽപ്പത്തി പുസ്തകം മാത്രമേ വായിച്ചിട്ടുള്ളൂ എന്നാണ് തോന്നുന്നതെന്നൊക്കെയാണ്. മുൻ ക്രിസ്ത്യനും നിലവിൽ ഏത്തിസ്റ്റുമായിരിക്കുന്ന ന്യൂറോൺസിന്റെയും എസൻസ് ഗ്ലോബൽ തുടങ്ങിയ നിരീശ്വരവാദ ചാനലുകളിൽ ലിറ്റ്മസ് എന്ന പ്രോഗ്രാമിൽ കൂടിയൊക്കെ ക്രൈസ്തവ വിമർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ ജെയിംസ് കുരിക്കാട്ടിലിൻ്റെയും അതുപോലെ തന്നെ എക്സ് മുസ്ലിമും നിലവിൽ ക്രിസ്ത്യൻ മിഷണറിയുമായിരിക്കുന്ന ലോകപ്രശസ്ത സുവിശേഷകൻ പാസ്റ്റർ ഷമീർ കൊല്ലത്തിൻ്റെയും പ്രത്യാരോപണങ്ങളെ ഒരിക്കൽ കൂടി റിവ്യൂ ചെയ്യുവാണ്, പരിശോധന വിധേയപ്പെടുത്തുകയാണ് ന്യൂ റെവലേഷൻസ് ഈ വീഡിയോയിൽ. ആയതിലേക്ക് ഹൃദയംഗമായി ഏവർക്കും സ്വാഗതം. ഞാൻ പാസ്റ്ററോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഇത് വലിയ ആത്മീയ ബന്ധത്തിൻ്റെ ആഴം അറിയാൻ, ദൈവവും തമ്മിലുള്ള ആത്മീയ ബന്ധത്തിൻ്റെ ആഴമൊക്കെ അറിയാൻ ചെയ്ത സംഭവങ്ങളാണെന്നാണല്ലോ പറയുന്നത്. പാസ്റ്ററെ, ഇതേ ദൈവം, പാസ്റ്ററുടെ ഈ ദൈവം ഇന്ന് പാസ്റ്റർക്ക് മക്കളുണ്ടാകും എന്ന ധാരണയിൽ ഞാൻ ചോദിക്കുകയാണ്. പാസ്റ്ററുടെ മകനെ ബലി അർപ്പിക്കാൻ പറഞ്ഞാൽ ദൈവം പാസ്റ്ററോട് ആവശ്യപ്പെടുക, പാസ്റ്റർ അത് ചെയ്യുമോ? പാസ്റ്റർ ഉണ്ടതിനും അങ്ങനെ മകനെ ബലി അർപ്പിക്കാൻ കൊണ്ടായാൽ പാസ്റ്റർക്കറിയാം പൂജപ്പുര സെൻട്രൽ ജയിലില് ഉണ്ടതിനും പാസ്റ്റർ ചെയ്യില്ല. ദൈവത്തോട് പോയി പണിയുണ്ടേ നോക്കാൻ പറയും. അങ്ങനെ എൻ്റെ മകനെ ബലി അർപ്പിച്ച് ഉള്ള ബന്ധവും എൻ്റെ വിശ്വാസവും ഒന്നും നീ അളക്കണ്ട എന്നേ പാസ്റ്റർ ദൈവത്തോട് നേരിട്ട് പറയുള്ളൂ. അതല്ലേ പാസ്റ്റർ സത്യം? എന്നിട്ട് പാസ്റ്റർ പറയുന്നു, എന്നാലും ദൈവം അബ്രാഹത്തോട് എന്തോ വലിയ ഔദാര്യം കാണിച്ചു. അയാൾ കത്തി ഉയർത്തി മകനെ ബലിയർപ്പിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അപ്പുറത്തൊരു മുട്ടനാടിനെ കാണിച്ചു കൊടുത്തു. അതിനെ ബലിയർപ്പിച്ചാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ അബ്രാഹാം ആ മുട്ടനാടിനെ ബലിയർപ്പിക്കുന്നു, കഴുത്തറുത്ത് ചോര വാർത്ത് അതിനെ ബലിയർപ്പിക്കുന്നു. എനിക്കൊരു ലളിതമായ ചോദ്യമുണ്ട് പാസ്റ്റർ, ആ ആടിൻ്റെത് ഒരു ജീവനല്ലേ? ഈ ദൈവത്തിന് എന്താണ് ഇങ്ങനെ ഒരു ജീവിയുടെ കഴുത്തറുത്ത് അതിൻ്റെ ചോര വാർന്നു പോകുന്നത് കാണാൻ ഈ ദൈവത്തിന് ഇത്ര കൊതി എന്താണ്? അതിൻ്റെ ആവശ്യം എന്താണ്? അത് എന്ത് ദൈവമാണ്? ആ ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പം മകനെ വെറുതെ വിട്ടു, നന്നായി, കൊള്ളാം, ഏതായാലും അപ്പനോട് മകനെ കൊല്ലണ്ടായി എന്ന് പറഞ്ഞു. എന്നാലും ദൈവത്തിന് മതി വരില്ല. ഒരാടിനെയെങ്കിലും കൊന്ന് ചോര കണ്ടാലേ ദൈവത്തിന് മതി വരുള്ളൂ. അത് ഒരു ജീവൻ തന്നെയല്ലേ? അതെന്ത് ദൈവമാണെന്നാണ് നമ്മൾ ഈ ചോദിക്കുന്നത്. 4 ചോദ്യങ്ങളാണ് നിരീശ്വരവാദ പക്ഷത്തിൽ നിന്ന് ക്രൈസ്തവ മിഷണറിയോട് ചോദിച്ചിരിക്കുന്നത്. 1, യേശുക്രിസ്തു ആണോ ബലിപ്രിയനായ ദൈവം? യേശുക്രിസ്തു. 2, യേശുക്രിസ്തു രക്തദാഹിയായ ദൈവമാണ്. 3, യേശുക്രിസ്തു തന്നോടുള്ള സ്നേഹത്തെ അളന്ന് നോക്കുവാൻ ഈ ലോകത്തിലെ മനുഷ്യരെ വല്ലാത്ത കെണിയിലകപ്പെടുത്തി, സംഘർഷത്തിലകപ്പെടുത്തി, കട്ടപ്പെടുത്തി പരിശോധിക്കുന്ന പരീക്ഷകനായ ദൈവമാണ്. 4, യേശുവിൻ്റെ സ്നേഹിതൻ എന്നറിയപ്പെടുന്ന അബ്രഹാം. യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് അബ്രഹാം സ്നേഹിതനാണ്. അപ്പം ആ സ്നേഹിതൻ്റെ ഏകജാതനായ മകനെ ബലിയർപ്പിക്കുവാൻ ആവശ്യപ്പെട്ട ദൈവം യേശുക്രിസ്തുവാണ്. ഇവിടെ നിരീശ്വരവാദി ജെയിംസ് കുരിക്കാട്ടിൽ ഏകപക്ഷമായി തീരുമാനിക്കുകയാണ് ബൈബിളിലെ ദൈവം രക്തദാഹിയായ ദൈവമാണ്. എന്ത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു
ആരോപണം ഉന്നയിക്കുവാനിടയായി. ഇദ്ദേഹം തികച്ചും അശാസ്ത്രീയവും വ്യാജമായ പ്രസ്താവനകളാണ് നടത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് നിഷ്പ്രയാസം തെളിയിക്കുവാൻ സാധിക്കും. പക്ഷേ അതേ സമയത്ത് ക്രൈസ്തവ മിഷണറി ആയിരിക്കുന്ന ഷമീർ പാസ്റ്റർ പറഞ്ഞത് എത്രത്തോളം ശരിയാണെന്നും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾക്ക് നിരീശ്വരവാദിയോടോ ക്രൈസ്തവ മിഷണറിയോടോ യാതൊരു വിരോധവുമില്ല. പക്ഷേ കാര്യങ്ങളെ തെറ്റായി അവതരിപ്പിക്കുമ്പോൾ അതിനെ ഒന്ന് പരിശോധന വിധേയപ്പെടുത്തുക എന്നത് ന്യൂ റെവലേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. ശരിയായ അർത്ഥം എന്താണ് അതിനെ ഫോക്കസ് ചെയ്യുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആരെയും കുറ്റപ്പെടുത്തുവാനോ ആരെയും വിമർശിക്കുവാനോ ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല. പക്ഷേ ദൈവത്തെ ചോദ്യം ചെയ്യുമ്പോൾ, ദൈവത്തെ പരിഹസിക്കുമ്പോൾ, ദൈവത്തിന് പരിഹാസം ഏൽക്കേണ്ട നിലയിൽ ക്രൈസ്തവ പക്ഷത്ത് നിന്ന് വ്യാഖ്യാനങ്ങൾ വരുമ്പോൾ അതിനെയും ചെറുക്കേണ്ട ഉത്തരവാദിത്വം ന്യൂ റെവലേഷൻസിനുണ്ട്. അപ്പോൾ ലോകമെമ്പാടുമുള്ള കൾട്ട് ഗ്രൂപ്പുകളെ പൊതുസമൂഹത്തിൽ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശസ്തനായ ഒരു വ്യക്തിയാണ് ഷമീർ പാസ്റ്റർ. അദ്ദേഹത്തിന്റെ അനുയായികൾ ഒരു പക്ഷേ ഈ വിധമായ കൾട്ട് ഗ്രൂപ്പുകളിൽ നിന്ന് ഷമീർ പാസ്റ്ററിന്റെ ശരിയായ വ്യാഖ്യാനം കേട്ട് അദ്ദേഹത്തിന്റെ പക്ഷത്ത് കൂടിയവരും ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ നിരീശ്വരവാദി പറഞ്ഞ ആ വാദപ്രകാരം അബ്രഹാമിനെ പോലെ ബലിയർപ്പിക്കുവാൻ മക്കളെ നൽകിയാൽ ഷമീർ പാസ്റ്റർ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ അനുയായികൾ ഉൾപ്പെടെയുള്ള ഒട്ടുമുക്കാൽ ക്രൈസ്തവ സമൂഹം ഉണ്ടതിന്നും എന്ന് പറഞ്ഞത് ലോജിക്കലി ശരിയാണ്. 3 ചോദ്യങ്ങളുടെ ഉത്തരം ലഭിച്ചാൽ 4ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നിഷ്പ്രയാസം കണ്ടെത്താം. അതായത് അബ്രഹാമിന്റെ മകനെ ബലി കഴിക്കുവാൻ ആവശ്യപ്പെട്ട ദൈവം ആരാണെന്ന് നമുക്ക് കണ്ടെത്തുവാൻ നിഷ്പ്രയാസം സാധിക്കും. നമ്മൾ ബൈബിളിലുടനീളം വായിച്ചാൽ ആമോസിന്റെ പുസ്തകത്തിൽ, അതുപോലെ തന്നെ മീഖായുടെ പുസ്തകത്തിൽ, യെശയ്യാവിൽ, അതുപോലെ ഹോശേയയുടെ പുസ്തകത്തിൽ, അങ്ങനെ എസ്കേലിന്റെ ഒക്കെ പുസ്തകത്തിൽ ധാരാളം ഭാഗങ്ങളിൽ നാം കാണുന്നത് ബൈബിളിലെ ദൈവം രക്തപാനീയ ബലിയാഗങ്ങളെ നിഷേധിക്കുന്ന ദൈവമാണ്. അത് ഇഷ്ടപ്പെടാത്ത ദൈവമാണ്. ബൈബിളിൽ മീഖ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഞാൻ 1 വയസ്സോൾ പ്രായമുള്ള ഒരു കാളയം കൊണ്ടോ ഒരു കുഞ്ഞാടിനെയും കൊണ്ടോ എന്തുകൊണ്ട് ഞാൻ നിന്റെ അടുക്കൽ വരണം? അതായത് ആ കാലഘട്ടത്തിൽ ചുറ്റുവട്ടത്തുള്ള അന്ധവിശ്വാസ ജടീലമായ ബാൽ ദേവാരാധകരുണ്ടായിരുന്നു. അതുപോലെ മോലേക്ക് ദേവനെ ആരാധിക്കുന്നവരുണ്ടായിരുന്നു. അവരൊക്കെ മൃഗബലിയും മനുഷ്യബലിയും ഒക്കെ ആഗ്രഹിക്കുന്ന ധാരാളന രീതികളായിരുന്നു ആ കാലഘട്ടത്തിൽ ചുറ്റുവട്ടത്ത് അവിടെ നടമാടിക്കൊണ്ടിരുന്നു. ഇന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ രഹസ്യമായെങ്കിലും നടക്കുന്നത് അപൂർവമായെങ്കിലും പത്രമാധ്യമങ്ങളിൽ കൂടി നമ്മൾ കേൾക്കാം. എന്തിനേറെ പറയുന്നു, നമ്മുടെ നാട്ടിൽ നിലവിലിരുന്ന സതി എന്ന് പറയുന്ന ആ പ്രവൃത്തി തന്നെ അന്ധവിശ്വാസ ജടീലമായ ഒരു ദേവപ്രീതിക്കുള്ള ഒരു യാഗാർപ്പണമായിരുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കും. അപ്പൊ ഇങ്ങനെ അനവധിയായ അന്ധവിശ്വാസ ജടീലമായ യാഗാർപ്പണ രീതികൾ, മൃഗബലി ഉൾപ്പെടെ മനുഷ്യബലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ലോകത്ത് നടനമായി ആടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സത്യദൈവത്തിന്റെ വചനങ്ങൾ എന്താണ് പറയുന്നത്? ഇങ്ങനെയുള്ള യാഗങ്ങളിൽ ദൈവത്തിന് പ്രസാദമില്ല. ദൈവം പ്രസാദിക്കുന്നത് കരുണയിലാണ്. ദൈവത്തിന്റെ നീതി ന്യായത്തിന്റെയും പ്രമാണങ്ങളെ ആചരിച്ച് നടക്കുന്നതാണ് ദൈവപ്രീതിക്ക് കാരണമായി തീരുന്നത്. അതിന് യാതൊരുവിധമായ ഇതുപോലെയുള്ള രക്തച്ചൊരിച്ചിലോടുകൂടിയ യാഗാർപ്പണങ്ങൾ യുക്തമല്ല എന്നാണ് അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുള്ള ജനങ്ങളോട് അത് പറയുകയാണ്: ദൈവം ആഗ്രഹിക്കുന്ന നീതി പ്രവൃത്തികൾ, ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന് പ്രീതിയുള്ള പ്രവൃത്തികൾ എന്ന് പറയുന്നത് കരുണ കാണിക്കുക, ദയാതൽപരരായിരിക്കുക, അതുപോലെ തന്നെ നീതിയെ പിന്തുടരുക, ന്യായം പ്രവർത്തിക്കുക തുടങ്ങിയവയാണെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് പറയുകയാണ് മൃഗബലി ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവം പറയാണ്: എനിക്ക് നിങ്ങളുടെ യാഗാർപ്പണങ്ങൾ മടുത്തു. നിങ്ങളോട് ആര് പറഞ്ഞു ഇതെന്റെ ആലയത്തിൽ കൊണ്ടുവരാൻ? അപ്പൊ നിങ്ങളോട് ആരിത് ആവശ്യപ്പെട്ടു? മൃഗബലി നൽകണമെന്നും മനുഷ്യബലി നൽകണമെന്നും നിങ്ങളോട് ആരാവശ്യപ്പെട്ടു എന്നാണ്. ഇന്നത്തെ കാലത്ത് ചില ക്രൈസ്തവർ പറയാറുണ്ട്, പുരാതന കാലത്ത്, പഴയ നിയമകാലത്ത് ദൈവം നൽകിയ പ്രമാണമാണെന്ന് ചിന്തിക്കുന്ന തെറ്റിദ്ധരിക്കപ്പെട്ട അനേക ക്രിസ്ത്യാനികൾ ഇന്നുമുണ്ട്. മനുഷ്യ കുരുതി നടത്തുന്ന അത് വിലക്കുന്ന ദൈവമാണ് എന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിലും മൃഗബലിയെ അംഗീകരിക്കുന്നവരാണ് ഭൂരിപക്ഷം പേർ. എന്നാൽ ബൈബിൾ ഉടനീളം വായിച്ചാൽ മൃഗബലി ദൈവപ്രീതിക്കായി മൃഗത്തെയോ മനുഷ്യനെയോ പ്രാവിനെയോ യാതൊന്നിനെയോ ബലി കഴിക്കുന്നത് ഉചിതമല്ല എന്നാണ് ബൈബിളിലെ ദൈവം പറഞ്ഞിരിക്കുന്നത്. ഈ വിഷയത്തെ സംബന്ധിച്ച് പെരുമ്പാവൂരിലുള്ള മുഹമ്മദ് ഈസ അവർകൾ, എക്സ് ക്രിസ്ത്യനും നിലവിൽ മുസ്ലിമുമായിരിക്കുന്ന പെരുമ്പാവൂർ ഈസായിക്കും ഞങ്ങൾ ബൈബിളിലെ ലേവ്യ യാഗങ്ങളെ സംബന്ധിച്ചുള്ള ആ ചോദ്യങ്ങൾക്ക് ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അതിൻ്റെ അകത്ത് ലേവ്യ യാഗങ്ങളുടെ ശരിയായ ആശയം എന്താണ്, അർത്ഥം എന്താണ്, അതിൻ്റെ അകത്ത് വിശദീകരിക്കുന്നത് കൊണ്ട് ഞങ്ങളിപ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ച് വിശദമായി പറയുവാൻ താല്പര്യപ്പെടുത്തും. അപ്പം ബൈബിളിലെ ദൈവം ആരല്ല? ബലിപ്രിയനായ ദൈവമല്ല. ബൈബിളിലെ ദൈവം രക്തദാഹിയായ ദൈവമാണോ? ഒരിക്കലുമല്ല. ബൈബിളിലെ ദൈവം പഴയ നിയമകാലഘട്ടത്തിൽ തന്നെ പറയുന്നത് നിങ്ങൾ ദേശത്ത് ഉയർന്ന മലകളുടെ മുകളിലും അതുപോലെ തന്നെ വൃക്ഷങ്ങളുടെ കീഴിലുമൊക്കെ രക്തം ചൊരിഞ്ഞ് ദേശത്തെ മലിനമാക്കിയെന്ന, അതായത്
കുറ്റമില്ലാത്ത രക്തങ്ങൾ ചൊരിഞ്ഞ് മൃഗത്തെയും മനുഷ്യനെയും ബലി നൽകി ദേവപ്രീതി നടത്തുന്ന അന്ധവിശ്വാസ ജടിലമായ ആരാധനകൾ നടത്തിക്കൊണ്ടിരുന്ന സമൂഹങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അവരോട് പറയുകയാണ്, ദേശം നിങ്ങളുടെ നിമിത്തം മലിനമായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ രക്തച്ചൊരിച്ചിലിനെ ഇഷ്ടപ്പെടാത്ത ദൈവം രക്തദാഹിയായ ദൈവമാണ്? ഒരിക്കലുമല്ല. അപ്പോൾ യേശുക്രിസ്തു ബലിപ്രിയനായ ദൈവമല്ല, യേശുക്രിസ്തു രക്തദാഹിയായ ദൈവമല്ല. മൂന്നാമത്തെ ചോദ്യമാണ്, യേശുക്രിസ്തു പരീക്ഷിക്കുന്ന ദൈവമാണ്. അവിടെ വളരെ കൺഫ്യൂഷനാണ് ക്രൈസ്തവ സമൂഹം. നമ്മുടെ ഷമീർ പാസ്റ്റർ അതാണല്ലോ പറഞ്ഞത്, യേശുക്രിസ്തു തന്നോടുള്ള സ്നേഹത്തിന്റെ തീവ്രത ഇളക്കുവാൻ ദൈവം പരീക്ഷിച്ചതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് അങ്ങനെ തന്നെ ഒരു വാക്യമാണ് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ തന്നെ നമ്മൾ അവിടെ കാണുന്നതും അങ്ങനെ തന്നെയാണ്. അതായത് അനന്തരം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ബഹുമാന്യയായ അന്നാക്കണ്ടത്തിൽ എന്ന് പറയുന്ന സുവിശേഷക ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് അറിയണോ? ആ മാതാവ് പറയുന്നത് അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചില്ല എന്നാണ്. പരീക്ഷിക്കുന്നത് ദൈവത്തിന്റെ പരിപാടിയല്ലെന്ന. എത്ര കൃത്യമാണ്! ഷമീർ പാസ്റ്റർ കൾട്ട് ഗ്രൂപ്പുകളെയൊക്കെ കണ്ടെത്തുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഈ കാര്യങ്ങൾ അന്നാക്കണ്ടത്തിൽ എന്ന് പറയുന്ന സുവിശേഷകളിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ കൾട്ട് ഉപദേശങ്ങളെ തിരിച്ചറിഞ്ഞ് അത് വിട്ട് സത്യോപദേശം സ്വീകരിച്ച് അനുയായികളെയും തെറ്റിദ്ധരിപ്പിക്കാതെ പ്രവർത്തിക്കണം എന്ന ഒരു വിനീതമായ അപേക്ഷയും. ഇത് ഒരു ആരോപണമായി കരുതരുത്, ഇത് വിനീതമായ ഒരു അഭ്യർത്ഥനയായി കരുതുന്നതായിരിക്കും നല്ലത്. ദൈവം അനുഗ്രഹിക്കട്ടെ. 2 വിധമായ അർത്ഥങ്ങൾ എബ്രായ ഭാഷയിൽ പരീക്ഷിക്കുക എന്ന പദത്തിനുണ്ട്. സറാഫ് എന്ന പദമാണ് എബ്രായ ഭാഷയിൽ പരീക്ഷിക്കുക എന്ന പദത്തിനുള്ളത്. സറാഫ് എന്ന് പറയുന്ന പദവും അതുപോലെ തന്നെ ടി സറാഫ് 2 ഉച്ചാരണ രീതികളാണ് ഒരു പദത്തിൽ. സറാഫ് എന്ന് പറയുന്ന പദത്തിന് ഡിസ്ട്രക്ഷൻ എന്നാണ് അർത്ഥം എബ്രായ ഭാഷയിൽ. പക്ഷെ വേറൊരു സറാഫിന് അതിൻ്റെ അർത്ഥം ശുദ്ധീകരണം എന്നാണ്. ഇത് രണ്ടും തമിഴിൽ മാറിപ്പോകുന്നതാണ് ക്രൈസ്തവർക്ക് തെറ്റിദ്ധാരണാജനകമായി തീർത്തിട്ടുള്ളത്. ഇത് തന്നെയാണ് നിരീശ്വരവാദിക്കും തെറ്റിദ്ധാരണയ്ക്ക് കാരണമായി തീർന്നത്. അപ്പം സറാഫ്, ടിസറാഫ് തുടങ്ങിയ 2 പദം, ഒന്ന് ദൈവത്തിൻ്റെ ശുദ്ധീകരണം എന്നാണ് ടിസറാഫ്, ദൈവത്തിൻ്റെ ശുദ്ധീകരണം. മറ്റൊന്ന് പിശാചിൻ്റെ നശിപ്പിക്കുന്ന പരീക്ഷ. അപ്പം രണ്ടും ആനയും ആടുപോലുള്ള വ്യത്യാസമുണ്ട്. അപ്പം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു എന്ന് പറയുമ്പോൾ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ലെന്നാണ് എബ്രായനായ, അതുപോലെ തന്നെ ന്യായപ്രമാണത്തിൻ്റെ വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ലാത്തവണ്ണം അതിനെ കാര്യഗൗരവമായി മനസ്സിലാക്കിയ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായ യാക്കോബ് അപ്പോസ്തലൻ പറയും. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് എന്താ? ദൈവം ആരെയും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല, ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല. ആരെങ്കിലും ഇനിയും പരീക്ഷിക്കപ്പെട്ടാൽ അവർ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് പറയരുത്, ഒരു നാളും പറയരുത്, ആരും പറയരുത്. അപ്പോൾ പഴയ നിയമ കാലഘട്ടത്തിലും യേശുക്രിസ്തു യഹോവയായ ദൈവം, ആരക്ഷകനായ യേശുക്രിസ്തു, അബ്രഹാമിന്റെ സ്നേഹിതനായ ദൈവം, അബ്രഹാമിന്റെ സ്നേഹിതനായ യേശുക്രിസ്തു പരീക്ഷിക്കുന്നില്ല എന്നാണ് യാക്കോബ് അപ്പോസ്തലൻ അടിവരായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ചിലർക്ക് അത്ര തൃപ്തി പോരാ. അവർ പറയും പഴയ നിയമകാലത്ത് അങ്ങനെ യേശുക്രിസ്തു ചെയ്യുമായിരുന്നു, പുതിയ നിയമത്തിൽ യേശുക്രിസ്തു അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അതാണല്ലോ പരിഹാസ രൂപേണ ജെയിംസ് കുരിക്കാട്ടിലും അവകാശപ്പെട്ടു. എന്നാൽ അങ്ങനെയല്ല. യാക്കോബ് അപ്പോസ്തലന് പഴയ നിയമത്തെ മാറ്റാനല്ല ശ്രമിച്ചത്. പൗലോസ് അപ്പോസ്തലൻ പഴയ നിയമത്തെ മാറ്റാനല്ല ശ്രമിച്ചത്. പഴയ നിയമത്തെ യഥാർത്ഥമായി എങ്ങനെയാണ് ഗ്രഹിക്കേണ്ടത് അതിൻ്റെ അന്തസത്ത ചോരാതെ അതിൻ്റെ ആന്തരിക അർത്ഥം എന്താണെന്ന് വ്യക്തമായി വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. യേശുക്രിസ്തുവും ന്യായപ്രമാണത്തെ സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശം നൽകിയില്ലേ? 10 കൽപ്പനകൾ മാറിപ്പോയോ? ഒരിക്കലും മാറിയിട്ടില്ല. നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ മനസ്സോട്, പൂർണ്ണാത്മാവോട് സ്നേഹിക്കണമെന്ന് പഴയ നിയമത്തിൽ മോശയ്ക്ക് നൽകിയെങ്കിൽ അതേ കൽപ്പനയ്ക്ക് ഇന്നും പ്രസക്തിയുണ്ട്. അത് യഹൂദനാണെന്നാണ് ചിലർ ധരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കണമെന്ന് യേശുക്രിസ്തുവും പറഞ്ഞല്ലോ. കുല ചെയ്യരുതെന്ന് പറഞ്ഞത് പഴയ നിയമത്തിലെ എബ്രായർക്ക് മാത്രം ബാധകമായ കാര്യമല്ല. എല്ലാ കാലത്തെയും എല്ലാ ജാതികളിലും ഉൾപ്പെട്ട സകല മാനവജാതികൾക്കും പുതിയ നിയമത്തിലെ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ബാധകമായ ഒറ്റ ഉപദേശമാണ്. അപ്പോൾ അത്രയും പറഞ്ഞ് ഞങ്ങൾ ആ വിഷയം മാറ്റുക. അപ്പം യേശുക്രിസ്തു ആരല്ല? പരീക്ഷിക്കുന്ന ദൈവമല്ല. അങ്ങനെ ആരും ഒരു നാളും പറയരുതെന്നാണ് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞത്. പിന്നെ ആരാണ് പരീക്ഷിക്കുന്നത്? അതറിയണമല്ലോ. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ വായിച്ചത് അനന്തരം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു എന്നാണ്. അപ്പോൾ ദൈവമാണോ പരീക്ഷിച്ചത്? ദൈവം എന്ന പദത്തിന് തന്നെ പലവിധമായ അർത്ഥമുണ്ട്. ലോർഡ്, ദ ഗോഡ് ഓഫ് ദിസ് വേൾഡ് എന്നൊക്കെ അർത്ഥമുണ്ട്. ഈ ലോകത്തിലെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അതേത് ദൈവം? അതേത് ഏല? സൃഷ്ടിതാവായ ഏലുമുണ്ട്, സൃഷ്ടിയായ ഏലുമുണ്ട്. അപ്പോൾ പാമ്പ്, പിശാച്, ദുഷ്ടനായ പിശാച് കെണിയിൽ അകപ്പെടുത്തി ആരെ വിഴുങ്ങേണ്ടു എന്ന് ഊടാടി നടക്കുന്ന, തകർക്കുവാനും മുടിപ്പാനും കൊല്ലുവാനും ദുഷ്ടൻ വരുന്നു. ആ ദുഷ്ടനായ പിശാചും എന്നെയും അഭിസംബോധന ചെയ്തിരിക്കുന്നത്
ഏൽ എന്ന പദം കൊണ്ട്. സൃഷ്ടിയായ ഏലുമുണ്ട്, അതുപോലെ സൃഷ്ടിതാവായ ഏലുമുണ്ട്. സൃഷ്ടിതാവായ ഏല് ജീവദാതാവാണ്, വെളിച്ചമാണ്, അവനിൽ ഇരുട്ട് അല്പം പോലുമില്ല. പക്ഷെ സൃഷ്ടിയായ ഏൽ അത് പിശാചാണ്. നമ്മളും ഏലാണ്, നമ്മളും ലോർഡ്സ് ആണ്. അതുകൊണ്ടാണല്ലോ ബ്രിട്ടീഷ് ഭരണകാലത്ത് മൗണ്ട് ബാറ്റൻ പ്രഭു എന്നൊക്കെ പറയുന്നത്. തുല്യമായ പദവികൾ അലങ്കരിക്കുന്ന രാജാക്കന്മാർ ഒക്കെ ആരാണ്? ലോർഡ്സ് ആണ്. ഒരു ഭവനത്തിലെ നായകൻ, ഗൃഹനാഥൻ ലോർഡാണ്. മനസ്സിലായ? ലാൻഡ് ലോർഡ് എന്നൊക്കെ നമ്മൾ പറയാറില്ല. അപ്പൊ ഇതുപോലെ ഉള്ള പദങ്ങൾ തെറ്റിദ്ധാരണാജനകമായി വ്യാഖ്യാനിച്ചതിന്റെ ഫലമായിട്ടാണ് ഏത് ലോർഡാണ് അബ്രഹാമിനെ പരീക്ഷിച്ചത്, ഏത് ദൈവമാണ് അബ്രഹാമിനെ പരീക്ഷിച്ചത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്നത്. അപ്പം ഏൽ എന്ന പദം കൊണ്ട് ദൈവത്തെയും സൃഷ്ടിതാവായ ദൈവത്തെയും മനസ്സിലാക്കാം. പക്ഷേ അബ്രഹാമിനെ അപ്പോൾ ആരല്ല പരീക്ഷിച്ചത്? അബ്രഹാമിനെ ആർക്ക് പരീക്ഷിക്കുവാൻ കഴിയത്തില്ല? സൃഷ്ടിതാവായ ദൈവം അങ്ങനെ ചെയ്യത്തില്ല. കാരണം സൃഷ്ടിതാവായ ദൈവമാരെയും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല. മാത്രമല്ല, സൃഷ്ടിതാവായ ദൈവം പരീക്ഷിക്കപ്പെടുമ്പോൾ ആ പരീക്ഷയെ അതിജീവിക്കുവാൻ സഹായിക്കുന്ന പോംവഴി ഉപദേശിച്ചു കൊടുക്കുന്നവനാണ്. രക്ഷിതാവാണ്, അതിൽ നിന്ന് രക്ഷിക്കുവാൻ ശ്രമിക്കുന്നവനാണ്, പോംവഴി ഉപദേശിച്ചു കൊടുക്കുന്നവനാണ്. അപ്പോൾ അങ്ങനെ ഒരു ദൈവം കുടുക്കിലകപ്പെടുത്തി മനുഷ്യരെ വല്ലാതെ പരീക്ഷിക്കുമെന്ന് പറയുന്നത് അത് തെറ്റായ ഉപദേശമാണ്, കൾട്ട് ഉപദേശമാണ്. പാസ്റ്റർ ഷമീർ ഉൾപ്പെടെയുള്ള വിശ്വാസികൾ ഈ വിഷയത്തെ പുനരാവലോകനം ചെയ്യണം. ഞങ്ങളെ ദുരുപദേശകരെന്ന് പറയാൻ നിങ്ങൾ തുനിയുമായിരിക്കും, സാരമില്ല. എങ്കിലും ഞങ്ങൾ ഒരു ചിന്ത നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ഞങ്ങൾ ഈ വിഷയത്തിൽ നാണം കെട്ടാലും ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഞങ്ങൾ ഒറ്റപ്പെട്ടാലും ഈ വിഷയം ഈ ലോകത്തോട് പറയാതിരിക്കുവാൻ സാധ്യമല്ല. ഈ ലോകത്തോട് ഈ വിഷയം പറയാതിരിക്കുവാൻ സാധ്യമല്ല. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവത്തെ അതിന് യുക്തമായ അംഗീകാരം നൽകി, ബഹുമാനം നൽകി, അവനെ കളങ്കപ്പെടുത്തുന്ന ദുരുപദേശങ്ങളെ ത്യജിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ദൈവം അതിനെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കാത്തത് കൊണ്ട് അബ്രഹാമിനെ പരീക്ഷിച്ച ദൈവം സൃഷ്ടിതാവായ ദൈവമല്ല. പിന്നെ ആരാണ് പരീക്ഷിച്ചത്? ഈ ലോകത്തിന്റെ ദൈവം, അവിശ്വാസികളുടെ മനസ്സ് കൂട്ടാക്കുന്ന ദൈവം ആണ് അബ്രഹാമിനെ പരീക്ഷിച്ചത്. കാരണമുണ്ട്. മറ്റു പല ഭാഗങ്ങളിൽ ഈ പരീക്ഷകനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ടെംപ്റ്റർ എന്നാണ്, പരീക്ഷകൻ എന്നാണ്. ആ പരീക്ഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഏക നാമം പിശാചിന്റെ നാമമാണ്. ടെംപ്റ്റർ എന്ന് പറഞ്ഞാൽ, പരീക്ഷകൻ എന്ന് പറഞ്ഞാൽ ആ പരീക്ഷകൻ എന്ന് പറയുന്നത് പിശാചിനെ മാത്രമാണ്. യേശു ടെംപ്റ്റർ അല്ല, യേശു രക്ഷകനാണ്, ടെംപ്റ്റേഷനിൽ നിന്ന് രക്ഷിക്കുന്നവനാണ്. അതുകൊണ്ട് യേശു ടെംപ്റ്റർ അല്ല. പക്ഷേ യേശു ആരാണ്? ശുദ്ധീകരിക്കുന്നവനാണ്. എങ്ങനെയാണ് യേശു ശുദ്ധീകരിക്കുന്നത് എന്നതും കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം പിശാച് ടെംപ്റ്ററാണ്. ഈ പിശാചാണ്, സൃഷ്ടിയായ പിശാചാണ് സൃഷ്ടിതാവായ യേശു മനുഷ്യനായി ഈ ലോകത്തിൽ വന്നപ്പോൾ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ ശേഷം ലൂക്കോസിന്റെയും മർക്കോസിന്റെയും മത്തായിയുടെ സുവിശേഷങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന വിധത്തിൽ പരീക്ഷകനാൽ പരീക്ഷിക്കപ്പെട്ടത്. 40 ദിവസം പരീക്ഷിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. 40 ദിവസം ടെംപ്റ്റഡ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിനെ ഈ പരീക്ഷകൻ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. അപ്പം സൃഷ്ടിതാവിനെ തന്നെ പരീക്ഷിച്ചു എന്നാണോ എൻ്റെ അർത്ഥം? അല്ല. അപ്പം യേശുക്രിസ്തുവാണ് ടെംപ്റ്റർ എങ്കിൽ താൻ തന്നെ ടെംപ്റ്റ് ചെയ്യുകയാണ്, താൻ തന്നെ പരീക്ഷിക്കുകയാണ്. ഒരിക്കലുമല്ല, അത് അസാധ്യമാണ്, ഒരു ഭാഷാശുദ്ധി ഇല്ലാത്ത കാര്യമാണ്. അപ്പം വ്യാകരണശുദ്ധി പോലും ഇല്ലാത്ത മന്ദബുദ്ധികളായ വ്യാഖ്യാനമാണ്. അപ്പം അങ്ങനെയല്ല. അപ്പം യേശുക്രിസ്തു അല്ല യേശുക്രിസ്തുവിനെ പരീക്ഷിച്ചത്. പിന്നെ ആരാണ്? ഈ പിശാചാണ്. അത് വളരെ വ്യക്തമാണ് അവിടെ. അതുപോലെ തന്നെ യോബിനെ പരീക്ഷിച്ചതാരാ? യോബിനെ പരീക്ഷിച്ചതും ഈ സാത്താനാണ്. അനന്തരം സാത്താൻ യോബിനെ പരീക്ഷിക്കുവാൻ എന്തോ ചെയ്തു? അവൻ്റെ ജീവിതത്തിൽ കട്ടങ്ങൾ നിർമ്മിച്ചു, അവൻ്റെ മക്കളെ കൊന്നു, അവൻ്റെ ഒട്ടക ബിസിനസ്. അന്നത്തെ കാലത്ത് ഒട്ടകം എന്ന് പറയുന്നത് ദീർഘദൂര യാത്രകൾക്കൊക്കെ ഉപയോഗിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ മാർഗമായിരുന്നു. അതുപോലെ തന്നെ കഴുതക്കൂട്ടം, അത് ലോക്കൽ ട്രാൻസ്പോർട്ടേഷന്, പാവങ്ങളുടെ ട്രാൻസ്പോർട്ടേഷന് ഒക്കെ ഉപയോഗിക്കുന്ന വാഹനമൃഗമായിരുന്നു. അതുപോലെ തന്നെ ആടുകൾ ഉപജീവനത്തിന്, വസ്ത്രനിർമ്മാണത്തിനും ഒക്കെയുള്ള ആ ബിസിനസ് താറുമാറാക്കി. അങ്ങനെ യാഗമാനം പരീക്ഷിച്ച് താറുമാറാക്കി അയ്യോബിൻ്റെ സ്നേഹം മനസ്സിലാക്കുവാൻ ദൈവം പരീക്ഷിച്ചുകയാണോ? ഒരിക്കലുമല്ല. ഞങ്ങൾ ഈ വിഷയം ചില ദൈവദാസന്മാരോട് ചർച്ച ചെയ്യുമ്പോൾ അവർ പറയും ദൈവം അറിയാതല്ല. ശരിയാണ്, ദൈവം അറിയാതല്ല. പക്ഷെ ദൈവം എന്താണ് ചെയ്യുന്നത്? ദൈവം അറിയാതല്ല എന്ന് പറയുമ്പോൾ പിശാചിന്റെ ഭാഗതയെ നമ്മൾ മറന്നു പോകരുത്. പിശാചിന്റെ കുടിലതന്ത്രങ്ങളെ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കരുത്. പിശാച് മനുഷ്യനെ വല്ലാത്ത കെണിയിലകപ്പെടുത്തി മാനസിക സംഘർഷണം, ശാരീരിക അസ്വസ്ഥതകൾ, അങ്ങനെ വേദനകളും ഒക്കെ ഉണ്ടാക്കി മനുഷ്യനെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുമ്പോൾ ദൈവം ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഉള്ള പോംവഴി ഉപദേശിക്കുന്നവനാണെന്ന് മനസ്സിലാക്കണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പൊ ദൈവം എന്തോ ചെയ്തു? യോബിനെ ദൈവം അറിഞ്ഞു. പക്ഷെ യോബിനെ എന്തോ ചെയ്തു? ദൈവം തന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറച്ചു. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന യാതൊരു കാര്യവും ആര് പറഞ്ഞില്ല? യോബ് പറഞ്ഞില്ല. യോബിന്റെ സ്നേഹിതർ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന വാഗ്വാദങ്ങൾ നടത്തി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോബിന്റെ ഭാര്യ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന നിലയിൽ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ
യോബ് പറയാണ്, അരുതരുത്, ദൈവത്തെ അങ്ങനെ കുറിച്ച് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അങ്ങനെ ദൈവത്തിന് വിരുദ്ധമായി നിങ്ങൾ സംസാരിക്കരുത്. അതുകൊണ്ടാണ് യോബ് പ്രാർത്ഥിച്ചപ്പോൾ സ്നേഹിതർക്കും വിടുതലുണ്ടായി. അവരത് അംഗീകരിക്കണമായിരുന്നു, ആ പോംവഴി അംഗീകരിക്കണമായിരുന്നു. അപ്പം യോബിനെ പരീക്ഷിച്ചു, സൃഷ്ടിതാവായ ദൈവത്തെ പരീക്ഷിച്ചു. അങ്ങനെ ഈ കാലത്തും എല്ലാ കാലത്തും പരീക്ഷിക്കുന്നത് ആദാമിനെ ഹവ്വായെയും ഒക്കെ പരീക്ഷിച്ചത് ആരാണ്? ഈ പിശാച. പൗലോസ് അപ്പോസ്തലൻ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. വല്ലാത്ത കഷ്ടപ്പാടിൽ കൂടി സംഘർഷത്തിൽ കൂടി ആ കാലത്തെ നാടുവാഴികൾ സുവിശേഷം അറിയിച്ചതിന്റെ ഫലമായിട്ട് അവരെ പീഡിപ്പിക്കുവാൻ കൈനീട്ടിയപ്പോൾ എന്ത് പറയാണ് പൗലോസ് അപ്പോസ്തലൻ? പറയാണ്, ഞാൻ ഭയപ്പെടുന്നു, പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ, നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ മന്ദതയുള്ളവരായി തീരുന്നോ, ഞാൻ ഭയപ്പെടുന്നു എന്നാണ് അദ്ദേഹം പിശാചിനെ കുറിച്ച്, പിശാചിന്റെ പരീക്ഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അന്ത്യകാലത്ത് പിശാച് ട്രിബുലേഷൻ കൊണ്ടുവന്ന് മനുഷ്യനെ പീഡിപ്പിക്കും, കഷ്ടപ്പാടുകൾ കൊണ്ടുവന്ന് മനുഷ്യനെ നശിപ്പിക്കുവാനുള്ള പീഡകൾ വർദ്ധിപ്പിക്കും. ഇതെല്ലാം ചെയ്യുന്നത് ദൈവമല്ല. ആ സമയത്തും ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് മനുഷ്യനെ പീഡകളെ അതിജീവിക്കുവാനുള്ള ആത്മശക്തി. അതുകൊണ്ടാണ് പറഞ്ഞത്, കർത്താവ് തന്നെ പറഞ്ഞതില്ലേ, നിങ്ങൾ എൻ്റെ നാമനിമിത്തം പള്ളികളിൽ ന്യായാസനത്തിന് മുമ്പിലൊക്കെ നിങ്ങൾക്ക് നിൽക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്ത് പറയണമെന്ന് ഓർത്ത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഭയപ്പെടേണ്ട. പരിശുദ്ധാത്മാവ് നാഴികയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപദേശിച്ചു തരും. അതായത് കൗൺസിലറാണ്, കൺസോൾ ചെയ്യുന്നവനാണ്, വേദന മാറ്റുന്നവനാണ്, ധൈര്യം തരുന്നവനാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് ധൈര്യത്തിന്റെ ആത്മാവെന്നാണ്. അപ്പൊ പിശാച് ധൈര്യം ചോർത്താൻ ശ്രമിക്കുമ്പോൾ ആ സംഘർഷഭരിതമായ സാഹചര്യത്തെ അതിജീവിക്കുവാനുള്ള പോംവഴി എന്താണ്? ദൈവം പറയാണ്, നീ എൻ്റെ വചനത്തെ മുറുകെ പിടിച്ചു. അതുകൊണ്ട് ലോകമെമ്പാടും വരുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ എന്തു ചെയ്യും? സംരക്ഷിക്കും, ഞാനും നിന്നെ രക്ഷിക്കും. അതായത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുന്ന കാര്യമാണ്. ലോകമെമ്പാടും വരുന്ന പരീക്ഷാകാലത്ത് ആരാണ് പരീക്ഷിക്കുന്നത്? ഈ പിശാചാണ്. ആ ദൈവത്തെ ത്യജിക്കുവാൻ, ദൈവത്തെ സംശയിക്കുന്ന നിലയിൽ പീഡകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ദൈവത്തെ ത്യജിക്കുവാനുള്ള പ്രേരണ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ആ പരീക്ഷകളെ അതിജീവിക്കുവാനുള്ള പോംവഴി ഒന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന സമാധാനവും സന്തോഷവും പ്രത്യാശയും ഉള്ളവരായി ഈ ലോകത്ത് നിന്നുകൊണ്ട് ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുന്ന നിലയിൽ തീരെ ഭടന്മാരായി പോരാടണം. അതാണ് ഒരു പോംവഴി, ഒറ്റ പോംവഴിയോ. ഇത് ആണ് ദൈവം വാഗ്ദാനം ചെയ്യുന്നത്. അപ്പം അബ്രഹാമിനെ പരീക്ഷിച്ചത് സൃഷ്ടിതാവായ ദൈവമല്ല, പിന്നെ ആരാണ്? ഈ ലോകത്തിലെ ദൈവം എന്നറിയപ്പെടുന്ന, ടെംപ്റ്റർ എന്നറിയപ്പെടുന്ന പിശാചാണ്. പരീക്ഷകൻ എന്ന ടൈറ്റിലിൽ അറിയപ്പെടുന്ന സാത്താനാണ് അബ്രഹാമിനെ പരീക്ഷിച്ചത്. അപ്പം എന്തുകൊണ്ടായിരിക്കും അങ്ങനെ അബ്രഹാമിനെ പിശാച് പരീക്ഷിച്ചത്? അബ്രഹാമിന് ആ ദൈവത്തോട് അത്ര ആഴമായ ഗാഠമായ സ്നേഹമുണ്ട്. അപ്പം ഇവർ നമ്മളിൽ ഒരു ആന്തരിക വെല്ലുവിളി നടന്നു കാണും. യോബിന്റെ കൂട്ട്, നിനക്ക് അത്രയ്ക്ക് സ്നേഹമുണ്ടെങ്കിൽ നിന്റെ മകനെ യാഗമർപ്പിക്ക്. ഒരു നിമിഷ നേരത്തെ തെറ്റിദ്ധാരണാജനകമായ ഒരു തോന്നലിൽ അബ്രഹാം ഒരുപക്ഷെ എന്ത് ചെയ്ത് കാണും? അബ്രഹാം അതിന് വഴങ്ങിക്കാണും. ആ കാലഘട്ടത്തിലും ജാതികൾ ദേവദേവി മോലേക്കിന് മനുഷ്യ ശിശുക്കളെ ബലി കൊടുക്കുന്ന പ്രവണതയുണ്ടായി. ഈ കാലഘട്ടത്തിലുമുണ്ട്. നമ്മളൊന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ മതി. നിരീശ്വരവാദികൾ അത് ശ്രദ്ധിക്കണം. ജെയിംസ് കുരിക്കാട്ടിൽ എസൻസ് ഗ്ലോബലിന്റെ ലിറ്റ്മസ് പ്രോഗ്രാമൊക്കെ അവിടെങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ നിരീശ്വരവാദികളും ശ്രദ്ധിക്കണം. കുരുതി, മനുഷ്യ കുരുതി, മൃഗബലി, ഇങ്ങനെയുള്ള അന്ധവിശ്വാസ ജടിലമായ മതങ്ങളിൽ മാത്രമല്ല, നാഴികയ്ക്ക് 40 വട്ടം നിരീശ്വരവാദിയായ രവിചന്ദ്രൻ മാഷ് പറയുന്നത് ആധുനിക ലോകം ശാസ്ത്ര പുരോഗതി വർദ്ധിച്ചപ്പോൾ അന്ധവിശ്വാസം ഇല്ലാതായി എന്നൊക്കെ നാഴികയ്ക്ക് 40 വട്ടം ഘോരം വിവിധ മീഡിയയിൽ കൂടി പ്രക്ഷേപണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജബ്ബാർ മാഷും, ജബ്ബാർ മാഷും, ടോമി സെബാസ്റ്റ്യനും, അതുപോലെ രവിചന്ദ്രൻ മാഷും, കോളാമ്പിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഈ അബ്രഹാമിന്റെ മകന്റെ യാഗത്തെ സംബന്ധിച്ച്. അപ്പൊ എല്ലാവരും മറ്റുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. ഈ ആധുനിക കാലഘട്ടം എന്ന് ഇവർ അവകാശപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നടക്കുന്ന മാനുഷിക കുരുതിയുടെ അത്രയും കുരുതികൾ അന്ധവിശ്വാസികളായ ആരാധകർ പോലും നടത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം. അവിടങ്ങളിൽ ലോകത്ത് നടക്കുന്ന അത്യാധുനിക മാരകായുധങ്ങൾ വെച്ച് മനുഷ്യനെ കുഴിച്ചുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ കുഴിച്ചുമൂടുന്നത് മനുഷ്യരാണ്. നിരീശ്വരവാദികൾ അവകാശപ്പെടുന്നത് പോലെ ആധുനിക മാനവ സംസ്കാരത്തിന്റെ അത്യുന്നതമായ നിലവാരം പുലർത്തുന്ന ഈ കാലഘട്ടത്തിൽ നടക്കുന്ന അത്രയും കുരുതികൾ എവിടെ നടന്നില്ലായിരുന്നു. പുരാതന കാലത്ത് അന്ധവിശ്വാസികൾ പോലും ചെയ്തിരുന്നില്ല. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? മനുഷ്യൻ തൻ്റെ സ്വാർത്ഥ താല്പര്യത്തെ പരിപോഷിപ്പിക്കുവാൻ എല്ലാ കാലത്തും എതിർ ഗ്രൂപ്പിനെ കൊല ചെയ്ത് ആ മേധാത്വം നേടുവാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതിന് ചിലർ മതത്തിൻ്റെ പിൻബലം തേടി ഇന്ന് ആധുനിക കാലത്ത് ശാസ്ത്രത്തിൻ്റെയും നിരീശ്വരവാദത്തിൻ്റെയും ഒക്കെ പിൻബലത്തിൽ കൂടി, പൊളിറ്റിക്സിൻ്റെയൊക്കെ പിൻബലത്തിൽ കൂടി എന്ത് ചെയ്യുകയാണ്? അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അതും ഇത്തരണത്തിൽ പറയാതിരിക്കുവാൻ സാധ്യമല്ല.
അപ്പോൾ അബ്രഹാമിനെ പരീക്ഷിച്ച ദൈവം യേശുക്രിസ്തു അല്ല, ബലിപ്രിയനായ ദൈവം യേശുക്രിസ്തു അല്ല, രക്തദാഹിയായ ദൈവം യേശുക്രിസ്തു അല്ല, മനുഷ്യരെ വല്ലാതെ പരീക്ഷിക്കുന്ന ദൈവം യേശുക്രിസ്തു അല്ല. പിന്നെ ഇവയെല്ലാം ചെയ്യുന്നത് ഈ ലോകത്തിലെ ആ ദൈവം എന്ന ടൈറ്റിലിൽ, ടെംപ്റ്റർ എന്ന ടൈറ്റിലിൽ, വിനാശകൻ, ഡിസ്ട്രോയർ എന്ന ടൈറ്റിലിൽ ഒക്കെ അറിയപ്പെടുന്ന വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്ന, വെളിച്ചദൂതനല്ല, വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്ന, ക്രിസ്തുവിന് പകരമായ എതിർ ക്രിസ്തുവായിരിക്കുന്ന, അന്തിക്രിസ്തു, ആന്റി ക്രൈസ്റ്റ് എന്നറിയപ്പെടുന്ന പിശാചാണ് എന്ന് വ്യക്തമാക്കുകയാണ് ന്യൂ റിവലേഷൻസ് ഇവിടെ ചെയ്യും. അതുകൊണ്ടാണല്ലോ അബ്രഹാമിന്റെ മകനെ യാഗമർപ്പിക്കുവാൻ അവിടെ ശ്രമിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം, യഥാർത്ഥ ദൈവം തന്റെ വചനമയച്ച് അബ്രഹാമിനെ വിലക്കുന്നു. അബ്രഹാം ഒരു നിമിഷം ആ ദൈവത്തിന്റെ വചനം മനസ്സിലാക്കി. മനുഷ്യക്കുരുതി ഉൾപ്പെടെയുള്ള ആ കുരുതികളെ വിലക്കുന്ന ദൈവം തന്റെ മകനെ ബലി കഴിക്കുന്നത് ഇഷ്ടപ്പെടുത്തില്ല എന്ന് മനസ്സിലാക്കുവാൻ ആ അവസാന നിമിഷത്തിൽ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതാണ് അദ്ദേഹത്തിന്റെ വിജയം. അതാണ് അദ്ദേഹത്തിന്റെ വിജയം. അദ്ദേഹം അവിടെ മനസ്സാന്തരപ്പെടും. അവിടെ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുവാൻ തുനിയാതെ ദൈവം ആ വിഷയത്തെ അദ്ദേഹത്തിന് ആ പ്രബോധിപ്പിക്കുന്ന ആ പ്രബോധനം സ്വീകരിച്ച്, ആ പരീക്ഷയെ അതിജീവിക്കുവാനുള്ള പോംവഴി അദ്ദേഹം സ്വീകരിച്ച് ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറുക. അതുകൊണ്ട് ബൈബിളിലെ ദൈവം ബലിപ്രിയനായ ദൈവമല്ലെന്ന് കോളാമ്പിയോടും എസൻസ് ഗ്ലോബലിന്റെ ജെയിംസ് കുരിക്കാട്ടിലിനോടും ഞങ്ങൾ ഇവിടെ തെളിയിച്ചു കഴിഞ്ഞു. പക്ഷേ അവിടെയും സംഭവം മാറുന്നില്ലല്ലോ. നിരീശ്വരവാദിയായ ജെയിംസ് കുരിക്കാട്ടിൽ പറയുന്നത് ആടിനെങ്കിലും അർപ്പിച്ച് അതിൻ്റെ ചോരയെങ്കിലും കണ്ടെങ്കിലേ ബൈബിളിലെ ദൈവത്തിന് ഒരു സന്തോഷം ഉണ്ടാകുകയുള്ളൂ. ദൈവത്തിന് ഇത്ര ചോര കണ്ട് സന്തോഷിക്കുന്ന ആവശ്യം എന്താണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ചോര സ്വീകരിച്ചല്ല, രക്തം നൽകിയാണ് ഈ ദൈവം ലോകത്തെ സ്നേഹിച്ചത്. ചോര ആഗ്രഹിക്കുന്ന ദൈവമല്ല, രക്തം ആഗ്രഹിക്കുന്ന ദൈവമല്ല. അങ്ങനെ അന്ധവിശ്വാസികളായ, അനാചാരത്തിന് അടിസ്ഥാനമായ അന്യാരാധനകൾ പിന്തുടരുന്ന ജാതീയ വ്യവസ്ഥകൾ ആ കാലത്തുമുണ്ട്, ഈ കാലത്തുമുണ്ട്. ചുട്ട കോഴിയെ ആഗ്രഹിക്കുന്ന, അതുപോലെ പൂജാതി കർമ്മങ്ങളിൽ മൃഗബലി ആഗ്രഹിക്കുന്ന സങ്കല്പ കഥകൾ ഇന്നുമുണ്ട്. മുമ്പേ പറഞ്ഞതുപോലെ ആധുനിക സംസ്കാരവും ഇതുപോലെ ചോര കളിക്കുന്നവരല്ലേ. അതുകൊണ്ടാണല്ലോ ചില യുദ്ധത്തിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാധ്യമങ്ങൾ പറയുന്നത് മനുഷ്യ കുരുതി നടത്തി, ഇന്ന മിസൈൽ അയച്ചു, അവിടെ മുഴുവൻ കുരുതിക്കളമാക്കി എന്നൊക്കെ പറയുന്ന പ്രസ്താവനകൾ നമ്മൾ യുദ്ധവാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കാണാറില്ലേ? അത് കുരുതി എന്നാണ് പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇങ്ങനെയുള്ള വ്യവസ്ഥിതികൾ എല്ലാ കാലത്തും നിലനിൽപ്പുണ്ട്. പക്ഷേ ദൈവം എന്ത് ചെയ്തില്ല? ദൈവം കുരുതി ആഗ്രഹിക്കുന്ന ദൈവമല്ല. ദൈവം രക്തച്ചൊരിച്ചിൽ ഇഷ്ടപ്പെടുന്ന ദൈവമല്ല. ദൈവം രക്തദാഹിയായ ദൈവമല്ല. യേശുക്രിസ്തു രക്തദാഹിയായ ദൈവമല്ല. യേശുക്രിസ്തു പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? യേശുക്രിസ്തു പറയാണ്, ദേശം രക്തം കൊണ്ട് മലിനമായിരിക്കുന്നു എന്ന്. അതായത് ഈ വിധമായ അന്ധവിശ്വാസ ജടിലമായ ആരാധന രീതികൾ മൂലം ദേശം മലിനമായി എന്നാണ്. പിന്നെ യേശുക്രിസ്തു എന്താ ചെയ്യുന്നത്? യേശുക്രിസ്തു തന്റെ രക്തം ചൊരിഞ്ഞ് നമ്മളെ രക്ഷിക്കുന്നവനാണ്. അവൻ തന്റെ ജീവനെ, പ്രാണനെ നൽകിക്കൊണ്ട് നമ്മളെ രക്ഷിച്ചവനാണ്. അങ്ങനെ ഒരുവൻ മറ്റ് മൃഗങ്ങളുടെയോ നമ്മുടെയോ രക്തം ആഗ്രഹിക്കുന്ന ദൈവമല്ല. അതെല്ലാവർക്കും തെളിവുള്ള ഒരു ഐതിഹാസിക സംഭവമാണ്. യേശുക്രിസ്തു ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഏക സംഭവം, ലോകത്തിൽ നടന്ന ഏക സംഭവം. ക്രിസ്തുവിന്റെ ദൈവികത്വത്തിന്റെ ഏക ലക്ഷണം എന്താണ്? അവൻ ലോകത്തെ അത്രമാത്രം സ്നേഹിക്കുവാൻ ഒരു ദൈവം തന്നെ തന്റെ പ്രാണനെ നൽകി. ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച സ്നേഹം വെളിപ്പെടുത്തിയ വേറൊരു ദൈവം ഈ ലോകത്ത് തന്നെ ഇല്ല. അപ്പം ആ ദൈവം രക്തം ഇഷ്ടപ്പെടുന്നതോ ബലിപ്രിയനോ അല്ല എന്ന് വളരെ വ്യക്തമാണ്. യേശുക്രിസ്തു ശുദ്ധീകരിക്കുന്നവരാണ്. ഈ വിഷയം ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ചിലർ പറഞ്ഞു, ഇസ്രായേൽ മക്കളെ വിശപ്പിച്ച് അവരുടെ മനസ്സിലുള്ളത് അറിയാൻ ദൈവം എന്തോ ചെയ്തു. പ്രവർത്തന പുസ്തകം 8-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു അവിടെ എഴുതിയിരിക്കുന്നത്, നിന്റെ മനസ്സിലുള്ളത് ഒക്കെ മനസ്സിലാക്കുവാൻ ഞാൻ നിന്നെ വിശപ്പിച്ചു, ദാഹിപ്പിച്ചു, നിന്റെ മനസ്സിലുള്ള കാര്യം അറിയാനാണ് അങ്ങനെയൊക്കെ ചെയ്തെന്ന് പറയുന്ന ഒരു ഭാഗമാണ്. പക്ഷേ അതേ പുസ്തകം ആവർത്തനം 6-ാം അധ്യായത്തിൽ പറയുന്നത് അങ്ങനെയല്ല. ഈ ഇസ്രായേൽ മക്കളാണ് ദൈവത്തെ പരീക്ഷിച്ചത്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ മസയിലെയും മരീബയിലെയും പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്, അവിടെ നിങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തെ പരീക്ഷിച്ചു എന്നാണ്. അപ്പോൾ തിരിച്ച് നമ്മളാണ് പരീക്ഷിക്കുന്നത് ദൈവത്തെ, അല്ലാതെ ദൈവം ആരെയും പരീക്ഷിക്കത്തില്ല. അതുപോലെ തന്നെ ഈ വിഷയം ഞങ്ങൾ ചില ക്രൈസ്തവരോട് ചർച്ച ചെയ്തപ്പോൾ അവരിൽ ചിലർ പറഞ്ഞത് എന്താണെന്ന് അറിയാം, വളരെ രസകരമാണ്. അവർ പറയുന്നത് ദൈവം പരീക്ഷിക്കും, ദൈവം ശുദ്ധീകരിക്കും, കാരണം തീയിൽ കൂടി ശോധന കഴിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ അവർ ന്യായീകരിക്കുവാൻ ശ്രമിച്ചു, അവരൊന്ന് വിവരിക്കുവാൻ ശ്രമിച്ചു. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് എന്താ? ദൈവം റിഫൈനറാണ്. എങ്ങനെ? വിശുദ്ധീകരിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ്. പക്ഷെ എങ്ങനെയാണ് റിഫൈൻ ചെയ്യുന്നത്? അത് ക്രൈസ്തവ സമൂഹം മനസ്സിലാക്കണം. ഷമീർ കൊല്ലം ഭാഷ ഉൾപ്പെടെയുള്ള എല്ലാ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടവരും ഈ വിഷയം മനസ്സിലാക്കണം. ദൈവം റിഫൈനറാണ്. റിഫൈനർ, ശുദ്ധീകരിക്കുന്നവനാണ്. പക്ഷേ പിശാചിനെ പോലെ നശിപ്പിക്കുന്നവനല്ല, പരീക്ഷിച്ച് നശിപ്പിക്കുന്നവനല്ല. പിന്നെന്താണ്? ശുദ്ധീകരിച്ച് വിശുദ്ധീകരിക്കുന്നവനാണ്. തന്റെ രക്തത്താൽ, ആത്മാവിനാൽ, വചനത്താൽ ആണ് ദൈവം നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നത്
ദൈവം എങ്ങനെയാണ് അവരെ വിശുദ്ധീകരിക്കുന്നത്? അവരെ വിശുദ്ധീകരിക്കേണ്ട ആവശ്യം എന്താണ്? പാപം മൂലം രക്താംബരം പോലെ ചോപ്പായ ആ മനുഷ്യൻ എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കപ്പെടണം. അവൻ്റെ പാപം മായ്ക്കപ്പെടണം. അവൻ്റെ ഹൃദയം വെള്ള പോലെ വെണ്മയായി തീരണം, വെളുപ്പായി തീരണം, അവനെ വിശുദ്ധനായി തീരണം. അങ്ങനെ വിശുദ്ധനായി തീരുവാൻ മൃഗങ്ങളുടെയോ മനുഷ്യന്റെയോ രക്തം കൊണ്ട് സാധ്യമല്ല. പിന്നെന്താണ്? ആ ബലികൾ കൊണ്ട് സാധ്യമല്ല. ദൈവത്തിന്റെ വചനത്തെ, ദൈവം ഒരുക്കിയിരിക്കുന്ന ജീവന്റെ വചനങ്ങളെ പ്രമാണിച്ച് അത് പാതയ്ക്ക് ദീപമാക്കി അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ആ കമാൻഡ്മെന്റ് അനുസരിച്ച് നടക്കുമ്പോൾ ആ മനുഷ്യൻ ആരായി തീരുകയാം? പാപം മറച്ചു കിട്ടിയ മനുഷ്യനായി തീരുകയാം. അവന്റെ പാപം രക്താംബരം പോലെ ഉണ്ടായിരുന്ന അവന്റെ പാപം മായിച്ച് ഹിമം പോലെ വെളുപ്പായി തീരുകയാണ്. ആ മനുഷ്യൻ പാപവിമുക്തനാകുവാൻ, അവന് കളങ്കമില്ലാത്തവനായി തീരുകയാണ്. അപ്പം കളങ്കമുണ്ടായിരുന്ന മനുഷ്യനെ, അതുകൊണ്ടാണ് ബൈബിളുടനീളം പറയുന്നത്, മണവാട്ടിയായിരിക്കുന്ന ദൈവസഭയെ കറ, ചുളുക്കം, മാലിന്യം, വാട്ടം, കളങ്കം ഇല്ലാത്തവരായി ക്രിസ്തുവിന്റെ മുമ്പിൽ മുൻനിർത്തേണ്ടതിന് അവൻ തന്നെത്താൻ അവർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. യേശുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുപോലെ തന്നെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങളുടെ പാപങ്ങൾ മോചിച്ചു കിട്ടേണ്ടതിന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. അവന്റെ മരണ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്ന സ്നാനമേറ്റ് ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് പുനരുത്ഥാനത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടണം. അപ്പോൾ ഒരു മനുഷ്യനെ ശുദ്ധീകരിക്കുന്നത് ക്രിസ്തുവിന്റെ രക്തമാണ്, ക്രിസ്തുവിന്റെ വചനമാണ്, ക്രിസ്തുവിന്റെ ആത്മാവാണ്. ഇത് ബൈബിളിന്റെ അടിസ്ഥാന തത്വമാണ്. എല്ലാ കാലത്തും ജീവന്റെ വചനങ്ങളെ പ്രമാണിച്ച് ലോകത്തെ ജ്യോതിസുകളെ പോലെ ശോഭിക്കും. അപ്പൊ ഇരുണ്ട ദേശത്ത് ഇരുട്ടല്ല വെളിച്ചമക്കളായി തീരുവാൻ, പാപമുക്തരായി, വെളിച്ചമുള്ളവരായി, സ്നേഹമുള്ളവരായി, ദയാതൽപരായി, ന്യായതൽപരായി, കരുണയുള്ളവരായി തീരുന്ന നിലയിൽ ഒരു വിശുദ്ധ മനുഷ്യരായി തീരുവാൻ, ദൈവ സ്വഭാവമുള്ളവരായി തീരുവാൻ എന്താണ് ചെയ്യേണ്ടത്? വിശുദ്ധീകരിക്കുന്ന റിഫൈനറായിരിക്കുന്ന ദൈവത്തിന്റെ വചനം അനുഷ്ഠിക്കുക, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുക. ഇതാണ് ദൈവത്തിന്റെ റിഫൈനിങ് ടെക്നിക്. ആ മാനദണ്ഡം അതാണ്. അപ്പൊ അതുകൊണ്ട് ദൈവം അങ്ങനെയാണ് മനുഷ്യനെ റിഫൈൻ ചെയ്യുന്നത്. പക്ഷെ പിശാജ് അങ്ങനെയല്ല. പിശാജ് അബ്രഹാമിനെ പരീക്ഷിച്ചതുപോലെ വല്ലാത്ത കെണിയിലകപ്പെടുത്തി, സംഘർഷത്തിലകപ്പെടുത്തി, തെറ്റ് ചെയ്യിപ്പിച്ചു. ഇനി എന്താ സംഭവിക്കുന്നറിയോ? അബ്രഹാം ഈ മകനെ അങ്ങ് യാഗം അർപ്പിച്ചു എന്നിരിക്കട്ടെ, മുറിച്ച് തുണ്ടമായി കട്ട് ചെയ്ത് തീ കൊളുത്തി അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ ദൈവത്തിന്റെ അനിഷ്ടത്തിന് കാരണമായി തീരുമായിരുന്നു. ദൈവമായിട്ടുള്ള നിത്യമായ ബന്ധം അവിടെ അവസാനിക്കുമായിരുന്നു. എന്നേക്കും അബ്രഹാം നഷ്ടമായി പോകുമായിരുന്നു. എന്നാൽ അബ്രഹാം അങ്ങനെ ചെയ്യാതിരിക്കുവാൻ ദൈവം തക്ക സമയത്ത് വചനം നൽകി. ഇന്നും അത് തന്നെയാണ് പറയുന്നത്. യുദ്ധം നടത്തുന്ന സകല പൊളിറ്റീഷ്യൻസിനോടും, എല്ലാ ശാസ്ത്രജ്ഞന്മാരോടും, എല്ലാ തെറ്റായ ഇനിയും അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഈ ലോകത്തിലെ സമ്പത്ത് വ്യവസ്ഥയെക്കുറിച്ച് ധാരാളം വാതോരാതെ പറയുന്ന നിരീശ്വരവാദികൾ മനസ്സിലാക്കണം. ഉച്ചനീചത്വ വ്യവസ്ഥ അനുസരിച്ച് ഈ ലോകത്തിലെ പല ശാസ്ത്രീയ ഗവേഷണത്തിന്റെ പരിണിത ഫലമായിട്ട് ഈ ലോകത്തിലെ ദരിദ്രരെ കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആധുനിക ശാസ്ത്രം. പലവിധമായ ട്രേഡ് ലോസ് ഒക്കെ കൊണ്ടുവന്ന് ദരിദ്ര രാഷ്ട്രങ്ങളെ നിർമൂലമാക്കുവാൻ, അവിടുത്തെ ജനങ്ങളെ കുരുതി കൊടുക്കുന്ന നിയമനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉൽപാദനത്തിന്, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ധാന്യവർഗ്ഗങ്ങൾക്ക് എന്ത് വില കിട്ടണം? ഈ വിഷയത്തെക്കുറിച്ച് കാച്ചിലിൻ്റെയും ഗോതമ്പ് പോലുള്ള ഗ്രെയിൻ ക്രോപ്സിനെ കുറിച്ച് ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. പലപ്പോഴും ആധുനിക ശാസ്ത്രത്തിൻ്റെ നേട്ടമായി പറയുന്ന പലതും നേട്ടമല്ല, തന്നെയുമല്ല, അന്ധവിശ്വാസ ജടിലമായ മനുഷ്യ കുരുതിയേക്കാൾ ഇന്ന് ഏറ്റവും കൂടുതൽ കുരുതിക്കളമായി മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മുമ്പിൽ തെളിവായി നിൽക്കുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കുരുതി നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ഈ കാലഘട്ടമാണ്. ഭക്ഷ്യവിഷബാധയേറ്റ് എത്രയോ പേർ മരിക്കും. മനുഷ്യന്റെ ആയുസ് എത്രയോ അധികം ആയുസ് വർദ്ധിപ്പിക്കുന്ന കൃഷിരീതികളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കൃഷിയില്ല. ഉള്ള കൃഷി തന്നെ പോയിസണാണ്. ആ പോയിസൺ കഴിച്ച് മനുഷ്യന്റെ രോഗഗ്രസ്തരായി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ വിധത്തിലും കുരുതികൾ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്നും കൂടി പറയേണ്ടിയിരിക്കും. അബ്രഹാമിനെ പരീക്ഷിച്ചത് സൃഷ്ടിതാവായ ദൈവമല്ല, അബ്രഹാമിന്റെ സ്നേഹിതനായ യേശുക്രിസ്തു അല്ല, പിന്നെയോ ഏത് മനുഷ്യന്റെയും ശത്രു എന്നറിയപ്പെടുന്ന ആ പിശാചാണ് അബ്രഹാമിനെ പരീക്ഷിച്ചത്. അബ്രഹാമിനോട് ബലി ആവശ്യപ്പെട്ടത്. ലോകത്തെ സകല കുരുതികൾക്കും കാരണക്കാരനായിരിക്കുന്നത് പിശാചാണ് എന്ന് ഈ വിശദീകരണത്തിൽ കൂടി ഏവർക്കും മനസ്സിലായി കാണും. ബാക്കി കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. ദൈവം ഏവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുവാൻ, ഷെയർ ചെയ്യുവാൻ, സബ്സ്ക്രൈബ് ചെയ്യുവാൻ, താല്പര്യമെങ്കിൽ കമന്റ് രേഖപ്പെടുത്തുവാൻ മറക്കല്ലേ എന്ന് അപേക്ഷിക്കും. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.